വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് ചോറിനൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു തോരൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. തോരനോ മെഴുക്കുവരട്ടിയോ ഉപ്പേരി അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. നമ്മുടെ നാട്ടിൽ വറവെന്ന് പറയൽ. ഞാനിത് പപ്പടം വെച്ചിട്ടാണ് ചെയ്യുന്നത്. പപ്പടവും മുട്ടയും വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി തോരനാണ്. നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഒരാഴ്ച മുന്നേ ഒരു മീഷോ ആപ്പിനെ കുറിച്ചിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിലിരുന്നിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ് ഈ ഒരു മീഷോ ആപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്തവരൊന്ന് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഈ ഒരു തോരൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പപ്പടം ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ പൊരിച്ചെടുക്കുന്നത് പോലെയല്ല, ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മുടെ പപ്പടം പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ പപ്പടമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒരു സവാള കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതെടുത്തോ, അതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിപ്പോൾ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് കറക്കിയെടുക്കാം. നല്ലോണം അങ്ങ് അരിഞ്ഞ് പേസ്റ്റ് ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി. ഇതുപോലെ. ഇനിയിപ്പോൾ നമ്മുടെ തോരൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് ചെറിയ ജീരകം കൂടി ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒതുക്കി വെച്ച നമ്മുടെ ഉള്ളിയുടെയും വറ്റൽമുളകിൻ്റെയും ഒക്കെ കൂട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടി ചേർക്കണം. ഇത് റെഡിയായി കിട്ടിയാൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 നുള്ളി കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു പൊടികൾ കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ പൊടികളൊക്കെ റെഡിയായിട്ട് നടുവിലൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ മുട്ട ഉടച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു മുട്ട ഉടച്ച് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആദ്യം ഉപ്പ് ചേർത്തിനെങ്കിൽ നോക്കിയിട്ട് ചേർക്കുക. പപ്പടം ചേർക്കുമ്പോൾ അതിൽ ഉപ്പുണ്ടാവുമല്ലോ. എന്നിട്ട് നന്നായിട്ട് മുട്ട ഒന്ന് വേവിച്ചെടുക്കണം. മിക്സ് ചെയ്തിട്ട് മുട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കിട്ടുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. മുട്ട റെഡിയായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച പപ്പടം ചേർത്ത് കൊടുക്കാം. പപ്പടം ചേർത്തിട്ട് നിങ്ങൾക്ക് നല്ലോണം ഉടച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല പൊടിയായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അധികം അങ്ങ് പൊടിയാക്കി എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ആ ഒരു ക്രിസ്പിനെസ് കിട്ടുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. മസാലപ്പൊടികൾ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അത്യാവശ്യം ഒന്ന് മിക്സായി കിട്ടിയാൽ ഫ്ലെയിം ഓഫ് ചെയ്തോളൂ. ഇത്രയേ ഉള്ളൂ നമ്മുടെ പപ്പടവും മുട്ടയും വെച്ചിട്ടുള്ള ഈസി ആയിട്ടുള്ള ചോറിന് സൈഡ് ഡിഷ് ആയിട്ടുള്ള ഒരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്